ശരീരം എവിടെ തൊട്ടാലും വേദന അനുഭവപ്പെടുക. കഴുത്ത് വേദന, കാൽ വേദന, മുട്ടുവേദന, ഷോൾഡർ പെയിൻ, അങ്ങനെ എവിടെ തൊട്ട് കഴിഞ്ഞാലും വേദന. പണ്ട് കാലങ്ങളിൽ ഇത് പ്രായമായിട്ടുള്ള ആളുകളിൽ മാത്രമായിരുന്നു കണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഒരു ഏജിങ്ങിൻ്റെ ഭാഗമായിട്ട് അവിടുത്തെ പേശികളും നാഡികളും ഒക്കെ ക്ഷയിച്ചു പോവുകയും അങ്ങനെ നമുക്ക് വേദന കാണിക്കും. പക്ഷേ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ ചെറിയ കുട്ടികൾ മുതൽ ഒരു മിഡിൽ ഏജ്ഡ് ഗ്രൂപ്പ്, ഒരു 35-40 കഴിഞ്ഞിട്ടുള്ള ആളുകൾക്കൊക്കെ ഈ ബുദ്ധിമുട്ടുകൾ കണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ശരീരത്തിൽ ഉണ്ടാകുന്ന ഇത്തരം നീർക്കെട്ടുകൾ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടായിരിക്കും വരുന്നത്, അതിൻ്റെ ലക്ഷണങ്ങൾ, പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ മാനേജ്മെൻറ്റ് സൈഡും ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഹായ്, ഞാൻ ഡോക്ടർ ജൂഹി ദാസ്, QNB ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പതിക് ഫിസിഷ്യനാണ്. നീർക്കെട്ട് അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ ഒരു വേദന ഉണ്ടാവും, റെഡ്നെസ്, ചുവന്ന് തടിച്ച് വീർത്തിരിക്കുന്നത് കാണാം, ഒരു ടെമ്പറേച്ചർ വേരിയേഷൻസ്, ഒരു ഹോട്ട് ടെമ്പറേച്ചർ ഫീൽ ചെയ്യാം, അതേപോലെ തന്നെ ഒരു സ്വെല്ലിങ് അല്ലെങ്കിൽ ഒരു ഏരിയ കംപ്ലീറ്റ് ആയിട്ട് നീര് വെച്ചത് കാണിക്കാം. ഈ 4 സൈൻസ് ഉള്ളതിനെയാണ് നമ്മൾ ഇൻഫ്ലമേഷൻസ് എന്ന് പറയുന്നത്. ഈ ഇൻഫ്ലമേഷനെ നമ്മൾ 2 രീതിയിൽ പറയാം. ഷോർട്ട് ഡ്യൂറേഷൻസും ഉണ്ട്, ലോങ് ഡ്യൂറേഷൻസും ഉണ്ട്. അക്യൂട്ട് ഇൻഫ്ലമേഷൻ ആൻഡ് ക്രോണിക് ഇൻഫ്ലമേഷൻ. അക്യൂട്ട് മീൻസ് ഒരു വീക്ക് ടു മന്ത് വരെ, അതാണ് ഷോർട്ട് ഡ്യൂറേഷൻസ്. ക്രോണിക് ഇൻഫ്ലമേഷൻസ് എന്ന് പറയുമ്പോൾ അതൊരു മന്ത് മുതൽ ഇയേഴ്സ് വരെ അതിനെ ഇൻക്രീസ് ചെയ്യാനുള്ള ടെൻഡൻസീസ് ഉണ്ട്. അതാണ് 2 രീതിയിൽ ഇൻഫ്ലമേഷൻസ് എന്ന് പറയുന്നത്. ഇനി ഈ ഇൻഫ്ലമേഷൻസ് ഉണ്ടാവുക എന്ന് പറയുമ്പം അതിപ്പം നമ്മൾ ഓരോ ഏരിയാസിന് നമ്മൾ ഓരോ നെയിം ഇട്ട് അല്ലെങ്കിൽ ഒരു പേരിട്ട് വിളിക്കുന്നതുള്ളൂ. ഇപ്പം ലിവറിലൊരു ഇൻഫ്ലമേഷൻസ് ഉണ്ടാവുക എന്ന് പറയുമ്പോൾ അതിനെയാണ് നമ്മൾ ഫാറ്റി ലിവർ. അതേപോലെ പാൻക്രിയാസ് ഗ്രന്ഥിക്ക് ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻസിനെയാണ് നമ്മൾ ഡയബറ്റിസ്. ഓവറീസിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ PCOD. യൂട്രസിൽ ഉണ്ടാകുന്നതിന് യൂട്രൈൻ ഫൈബ്രോയിഡ്. അങ്ങനെ ഓരോ ഏരിയാസിന് നമ്മൾ ഓരോ പേരിട്ട് വിളിക്കുന്നു. പക്ഷെ അതിനുള്ളിൽ നടക്കുന്ന കണ്ടീഷൻസ് എല്ലാം ഓൾമോസ്റ്റ് സെയിം ആണ്. ബോഡിയിലെ ഇൻസുലിൻ റെസിസ്റ്റൻസിൻ്റെ ഭാഗമായിട്ട് കാണിക്കുന്ന ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഒരു തരം കണ്ടീഷൻസ് ആണ് ഈ പറഞ്ഞിട്ടുള്ള മെറ്റബോളിക് ഡിസോർഡേഴ്സ് എല്ലാം. ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിയിലെ ഇൻസുലിൻ ഹോർമോൺസിൽ ഉണ്ടാകുന്ന ഒരു വ്യതിയാനം, അല്ലെങ്കിൽ ഇൻസുലിൻ കൃത്യമായിട്ട് പ്രവർത്തിക്കാതെ വരികയും നമ്മുടെ രക്തത്തിൽ ക്രമാതീതമായിട്ട് ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുകയും അങ്ങനെ വെയിറ്റ് ഗെയിൻ അല്ലെങ്കിൽ ഒരു ഒബേസിറ്റി കണ്ടീഷൻസിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതാണ് മെയിൻലി ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബോഡി വീക്ക് ആവുകയും ഒരു ഇൻഫ്ലമേറ്ററി സ്റ്റേജിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു ഇൻഫ്ലമേഷൻ ചിലപ്പോൾ അത് കഴുത്തിൻ്റെ ഭാഗത്ത് വരാം, അതിനെയാണ് നമ്മൾ സെർവൈക്കൽ സ്പോണ്ടൈലൈറ്റിസ്. നടുവിൻ്റെ ഭാഗത്ത് വരാം, ലംബാർ സ്പോണ്ടൈലൈറ്റിസ്. ഷോൾഡർ ആണെങ്കിൽ അതിന് ഫ്രോസൺ ഷോൾഡർ. അങ്ങനെ ഓരോ നെയിംസ് ആയിട്ട് നമുക്ക് പറയാവുന്നതാണ്. ഈ ഇൻഫ്ലമേഷൻസ് വരിക എന്ന് പറയുമ്പോൾ നമ്മൾ അമിതമായിട്ട് ജങ്ക് ഫുഡ് കഴിക്കുക, പ്രോസസ്ഡ് ഫുഡ് കഴിക്കുക, നമ്മളെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈലിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് കൊണ്ട്, അല്ലെങ്കിൽ നമ്മളെ ഭക്ഷണത്തിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ കൊണ്ട്, എക്സസൈസ് ഇല്ല, വർക്കൗട്ട് ഇല്ലാത്ത അവസ്ഥ, അമിതമായിട്ട് ടെൻഷൻസ് കാണിക്കുക, അതേപോലെ തന്നെ കൂടുതൽ ആങ്ഷ്യസ്, വെറി, അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ, മെൻ്റലി നമ്മൾ ഡൗൺ ആയിട്ടുള്ള കേസസിലൊക്കെ പെട്ടെന്ന് ഒരു ഇൻഫ്ലമേഷൻസ് കാണിക്കുക. സിവിയറായിട്ട് ടെൻഷൻസ് ഉള്ള ആളുകൾക്ക് ഒരു മെയിൻ സിംറ്റം എന്ന് പറയുന്നത് കഴുത്ത് വേദനയാണ്. അതേപോലെ തന്നെ മറ്റുള്ള ബോഡി പെയിൻ അല്ലെങ്കിൽ ഫൈബ്രോമയാൾജിയ പോലത്തെ കണ്ടീഷൻസും കാണിക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ട്രിഗറിങ് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്, ഭക്ഷണത്തിൽ ഉണ്ടാവുന്നതും ഉറക്കം, സ്ട്രെസ്സ്, അങ്ങനെ പല ഫാക്ടേഴ്സ് കൊണ്ടും ഇത് കാണിക്കാം. പിന്നെ എക്സസൈസ് ഇല്ല, ഒട്ടും വർക്കൗട്ട് ഇല്ലാത്ത ആളുകൾക്കൊക്കെ സിവിയർ ആയിട്ടുള്ള ബോഡി പെയിൻ ഇൻഫ്ലമേഷൻസ് കാണിക്കാവുന്നതാണ്. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ശരീരത്തിൽ ഡെഫിഷ്യൻസീസ് ഒക്കെ ഉണ്ടെങ്കിലും അങ്ങനെയും നമ്മുടെ ബോഡിയിൽ ഇൻഫ്ലമേഷൻസ് ഉണ്ടാവും. ലൈക്ക് വൈറ്റമിൻ ഡിയോ വൈറ്റമിൻ B12, കാൽഷ്യം, മഗ്നീഷ്യം, ഇങ്ങനത്തെ എന്തെങ്കിലും ന്യൂട്രിയൻസും വൈറ്റമിൻസും ഡെഫിഷ്യൻ്റ് ആകുമ്പോഴും ബോഡിയിൽ ഇൻഫ്ലമേഷൻസ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇൻഫ്ലമേഷൻസിന് നമ്മൾ കുറച്ച് കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ അതിൻ്റെ റൂട്ട് കോസ് ആദ്യം കണ്ടെത്തുക, എന്നിട്ട് ഭക്ഷണം ക്രമീകരിക്കുക. നമ്മൾ ഭക്ഷണത്തിൽ ഈ അമിതമായിട്ട് ജങ്ക് ഫുഡ് കഴിക്കുന്ന അല്ലെങ്കിൽ പ്രോസസ്ഡ് ഫുഡ് കഴിക്കുന്ന ശീലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചെടുക്കുക. സിമ്പിൾ കാർബോഹൈഡ്രേറ്റ്സിന് പകരം കുറച്ചൊരു കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ് ഉൾപ്പെടുത്തുക. ഓയിലി ഫുഡ്, അല്ലെങ്കിൽ നിങ്ങൾ ഓയിൽ പ്രിഫർ ചെയ്യുകയാണെങ്കിൽ ഒലിവ് ഓയിലോ കോക്കനട്ട് ഓയിലോ എടുക്കാൻ ശ്രമിക്കുക. റിഫൈൻഡ് ആയിട്ടുള്ള ഓയിൽ അല്ലെങ്കിൽ റിഫൈൻഡ് കാർബ്സ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്യുക. മധുര പലഹാരങ്ങളുടെ ഒരു ഇൻടേക്ക് പരമാവധി കുറയ്ക്കുക. മധുരം കഴിച്ചോളൂ, പക്ഷേ അതിൻ്റെ ക്വാണ്ടിറ്റി മിനിമൈസ് ചെയ്തിട്ട് കഴിക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ ആൽക്കഹോൾ, സ്മോക്കിംഗ്, അങ്ങനത്തെ എന്തെങ്കിലും അഡിക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിലും അതും ഈ ഒരു ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് ലൈക്ക് സിറോസിസ് പോലത്തെ കണ്ടീഷൻസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ മാക്സിമം കൺട്രോൾ ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. പിന്നെ എപ്പോഴും ഒരു ബാലൻസ്ഡ് ഡയറ്റ് കൊണ്ടുവരിക. കാർബോഹൈഡ്രേറ്റും പ്രോട്ടീൻസും ഫൈബേഴ്സും വൈറ്റമിൻസും ഇതെല്ലാം ഒരു തുല്യമായ അളവിൽ കൊണ്ടുവരിക. ഫാറ്റൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ്സ് ഉൾപ്പെടുത്തുക. omega 3 ഫാറ്റി ആസിഡ്സ്, നട്ട്സ്, സീഡ്സ് കാര്യങ്ങൾ കഴിക്കുക. പിന്നെ വെജിറ്റബിൾസിലൊക്കെ ആണെങ്കിൽ
ആണെങ്കിൽ മാക്സിമം ഫൈബർ അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുക. അത് നമ്മളെ ദഹനം ഒന്ന് ഇംപ്രൂവ് ചെയ്യുന്നു, അതേപോലെ തന്നെ അപ്പറ്റൈറ്റ് കൺട്രോൾ ചെയ്യുന്നു, വെയിറ്റ് ലോസിന് ഹെൽപ്ഫുൾ ആണ്, മറ്റുള്ള ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസിനൊക്കെ ഫൈബേഴ്സ് ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ അതൊക്കെ ബാലൻസ് ചെയ്ത് കൊണ്ടുവരിക. എപ്പോഴും നിങ്ങൾ റൈസ് കഴിക്കുന്നുണ്ടെങ്കിൽ അത് ക്വാണ്ടിറ്റി മിനിമൈസ് ചെയ്യുക. 2 നേരമാണെങ്കിൽ അത് 1 നേരമാക്കി കഴിക്കുക. അത് ബ്രൗൺ റൈസ് പ്രിഫർ ചെയ്യുക. പിന്നെ റെഡ് മീറ്റിൻ്റെ ഇൻടേക്ക് ഒക്കെ കുറയ്ക്കുക. ഈ പോർക്ക്, ബീഫ്, മട്ടൺ അതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരിക. അതിനോടൊപ്പം തന്നെ ചിക്കനും മീനും മുട്ടയൊക്കെ കഴിക്കാം. അതൊക്കെ ഹെൽത്തി ഫാറ്റ്സും പ്രോട്ടീൻസും ഉള്ളതുകൊണ്ട് തന്നെ അതിന് നമുക്ക് റെസ്ട്രിക്ഷൻസ് വെക്കേണ്ട ആവശ്യമില്ല. ബട്ട് ചിക്കനൊക്കെ നമ്മൾ ആഴ്ചയിൽ 1 ദിവസം കറി വെച്ചിട്ട് കഴിക്കാൻ ശ്രമിക്കുക. പിന്നെ ഓയിലി അല്ലെങ്കിൽ ഫ്രൈഡ് ആയിട്ടുള്ള ആഹാരങ്ങളുടെ ഉപയോഗവും കുറച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുക. അതിലൊക്കെ ട്രാൻസ് ഫാറ്റ് ആഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് സ്ട്രോക്ക്, ഹൃദ്രോഗത്തിൻ്റെ പ്രശ്നങ്ങളും ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ പ്രോബയോട്ടിക്, പ്രീബയോട്ടിക് ആഹാരങ്ങൾ എടുക്കുക. കാരണം നമ്മൾ ഗട്ടിൻ്റെ ഇൻഫ്ലമേഷൻസ് കുറയ്ക്കണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള തൈര്, മോര്, പഴങ്കഞ്ഞിയൊക്കെ അത്യാവശ്യം എടുക്കാൻ ശ്രമിക്കുക. പിന്നെ അതിനോടൊപ്പം തന്നെ പ്രോട്ടീൻസ് അതിൽ വരുന്നതാണ് ഈ നട്ട്സും സീഡ്സും. ഈ കാഷ്യൂ, ബദാം, വാൽനട്ട്സ്, സീഡ്സിൽ നിങ്ങൾക്ക് ഫ്ലാക്സ് സീഡ്സും ചിയ സീഡ്സ്, പംകിൻ സീഡ്സ് ഒക്കെ എടുക്കാവുന്നതാണ്. ഈ പുരുഷന്മാർക്കൊക്കെ പ്രോസ്റ്റേറ്റ് ഇൻഫ്ലമേഷൻസ് നല്ല രീതിയിൽ കണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ മെയിൻ ഫാക്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് ഒബേസിറ്റി ഒരു ഫാക്ടറാണ്, ഡയബറ്റിസ് ഉണ്ടാവാം, അതിൻ്റെ ഭാഗമായിട്ട് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ, ഉദാഹരണക്കുറവിൻ്റെ പ്രശ്നങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ കുറയ്ക്കണമെങ്കിൽ, ആ ഒരു ഇൻഫ്ലമേഷൻസ് കുറയ്ക്കണമെങ്കിൽ അത്യാവശ്യം വർക്കൗട്ടുകൾ ചെയ്യുക. കീഗൽ എക്സസൈസ് ഒക്കെ അതിനോടൊപ്പം ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ദെൻ നിങ്ങളുടെ ഭക്ഷണത്തിൽ പംകിൻ സീഡ്സ് ഒക്കെ നല്ലപോലെ, ഈ ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് ലൈക്ക് പ്രോസ്റ്റേറ്റ് ഇൻഫ്ലമേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പംകിൻ സീഡ്സ് ഒക്കെ നല്ലപോലെ കഴിച്ചു തുടങ്ങുക. അതൊക്കെ ആ ഒരു ഇൻഫ്ലമേഷൻസ് കുറച്ച് കൊണ്ടുവരാൻ ഹെൽപ്ഫുള്ളാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് തൈറോയ്ഡ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ്, ഹാഷിമോട്ടോ തൈറോയിഡൈറ്റിസ് കണ്ടീഷൻസ് ഒക്കെ ഉണ്ടെങ്കിലും അതിന് നമ്മൾ ഒരുപാട് ഭക്ഷണ ക്രമീകരണങ്ങൾ ഫോളോ ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ തൈറോയിഡുള്ള രോഗികൾ നമ്മൾ മെയിനായിട്ടും ഒഴിവാക്കാൻ പറയുന്നതാണ് ഗ്ലൂട്ടൻ, അതേപോലെ തന്നെ ഷുഗർ, മിൽക്ക്. ഇതൊക്കെ മെയിൻ ട്രിഗറിങ് ഫാക്ടേഴ്സാണ്. അതിനോടൊപ്പം തന്നെ സ്വീറ്റ് പൊട്ടാറ്റോ, ദെൻ സോയാബീൻ പ്രൊഡക്ട്സുകൾ കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്യുക. ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് എന്താണെങ്കിലും നമ്മൾ ഡയറ്റിലൂടെ തന്നെ നമുക്കത് ക്രമീകരിച്ച് കൊണ്ടുവരാവുന്നതാണ്. ഒപ്പം വർക്കൗട്ടുകളും ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ അതിന് പകരം വേദന കാണുമ്പോൾ തന്നെ പെട്ടെന്ന് പെയിൻ കില്ലേഴ്സ് എടുത്ത് കഴിച്ച് കഴിഞ്ഞാൽ ഒരു ടെമ്പററി റിലീഫ് കിട്ടും, ബട്ട് എഗെയിൻ അത് റീഅപ്പിയർ ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ലൈഫിലൊന്ന് കൺട്രോൾ ചെയ്ത് നിർത്തുക. ഭക്ഷണം കൃത്യമായിട്ട് ഫോളോ ചെയ്യുക, വർക്കൗട്ടുകളും ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. സോ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക് യു.